So today what we are going to learn is order 21. എന്താണ് ഓർഡർ 21-ലെ റൂൾസ്? നിരവധിയായിട്ടുള്ള റൂൾസ് ഉണ്ട് സി പി സിയിൽ. സോ വി ആർ ഗോയിങ് ടു സീ ഓർഡർ 21. അതിനകത്തെ റൂൾ 1 and 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ റൂൾ 1-ൽ നമുക്ക് കാണാം മോഡ്സ് ഓഫ് പേയ്മെൻറ്റ് അണ്ടർ മണി ഡിഗ്രി. അതായത് മണി ഡിഗ്രിയിൽ എക്സിക്യൂഷൻ പെറ്റീഷൻ്റെ സമയത്ത് മോഡ്സ് ഓഫ് പേയ്മെൻറ്റ് എന്തൊക്കെയാണെന്നാണ് റൂൾ 1-നകത്ത് പറയുന്നത്. എക്സിക്യൂഷൻ ഓഫ് ഡിഗ്രി ആൻഡ് ഓർഡർ പേയ്മെൻറ്റ് അണ്ടർ ഡിഗ്രി. So, modes of payment under money decree includes clause A, by the deposit into the court whose duty it is to execute the decree by postal money order or through a bank. സോ ഒന്നെങ്കിൽ ഈ പറയുന്ന എമൗണ്ട് കോർട്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യുക ത്രൂ പോസ്റ്റൽ മണിയോ അല്ലെങ്കിൽ ബാങ്ക് വഴിയോ ഡിപ്പോസിറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഔട്ട് ഓഫ് കോർട്ട്, അതായത് കോർട്ടിന് പുറത്ത് സെറ്റിൽമെൻറ്റ് ചെയ്യുക ടു ദ ഡിഗ്രി ഹോൾഡർ ബൈ ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ. ഡിഗ്രി ഹോൾഡർക്ക് പേയ്മെൻറ്റ് നടത്താം ബൈ പോസ്റ്റൽ മണി ഓർഡർ ഓർ ത്രൂ എ ബാങ്ക്. അതല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് കോർട്ട് പറയുന്ന എന്ത് രീതിയാണോ ആ രീതിയിൽ പേയ്മെൻറ്റ് നടത്താം. സോ അങ്ങനെ മൊത്തം 3 ടൈപ്പ് ഓഫ് പേയ്മെൻ്റ് ആണ് മണി ഡിഗ്രിയിൽ വരുന്നത്. ഇനി റൂൾ 1 ക്ലോസ് 2 ഓർഡർ 21 റൂൾ 1 ക്ലോസ് 2 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയർ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് അണ്ടർ ക്ലോസ് എ ഓർ സി, അതായത് പോസ്റ്റൽ ഓർ പോസ്റ്റൽ മണി ഓർഡർ ഓർ ത്രൂ ബാങ്ക്, അതെല്ലാം കോർട്ടിൻ്റെ ഡയറക്ഷൻ പ്രകാരം ചെയ്യുന്നത്, അതായത് എ ആൻഡ് സി ക്ലോസ് ഉണ്ടോ, സോ അത് പ്രകാരമാണ് പേയ്മെൻറ്റ് മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ ഹൗ ടു ഗീവ് എ നോട്ടീസ് ടു ദ ഡിഗ്രി ഹോൾഡർ എയ്തർ ത്രൂ ദ കോർട്ട് ഓർ ഡയറക്ട്ലി ടു ഹിം ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് അക്നോളജ്മെൻറ്റ് ഡ്യൂ. അതായത് ഈ പറയുന്ന ഔട്ട് ഓഫ് കോർട്ട് അല്ലാതെയുള്ള സെറ്റിൽമെൻറ്റ്, അതായത് കോർട്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഡിഗ്രി ഹോൾഡറെ അറിയിക്കേണ്ട ചുമതല ജെ ഡിയുടെ ചുമതലയാണ്. അതായത് ജഡ്ജ്മെൻറ്റ് ഡെപ്റ്ററാണ് ഈ പറയുന്ന നോട്ടീസ് ഡിഗ്രി ഹോൾഡർക്ക് കൊടുക്കേണ്ട ചുമതല. അതുപോലെ കോർട്ട് ഡയറക്റ്റ് ചെയ്ത രീതിയിലും പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഡിഗ്രി ഹോൾഡറെ ഈ പറയുന്ന ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ നോട്ടീസ് കൊടുത്ത് അറിയിക്കണം. അതും പോസ്റ്റൽ വഴിയാണ് അറിയിക്കേണ്ടത്. അക്നോളജ്മെൻറ്റ് കാർഡ് തിരിച്ച് വരികയും വേണം. സോ അതാണ് റൂൾ 1 ക്ലോസ് 2 പറയുന്നത്. ഇനി വാട്ട് ഈസ് റൂൾ 1 ക്ലോസ് 3? വെയർ മണി ഈസ് പെയ്ഡ് ബൈ പോസ്റ്റൽ മണി ഓർഡർ ഓർ ത്രൂ എ ബാങ്ക് അണ്ടർ ക്ലോസ് എ ഓർ ക്ലോസ് ബി ബൈ സബ് റൂൾ 1, അതായത് കോർട്ടിൽ നേരിട്ട് പോസ്റ്റൽ മണി ഓർഡറോ ബാങ്ക് വഴി ഡിപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഔട്ട് ഓഫ് കോർട്ട് ത്രൂ പോസ്റ്റൽ മണി ഓർഡർ ഓർ ത്രൂ ബാങ്ക്, അതായത് ക്ലോസ് എ ആൻഡ് ബി പറയുന്നത് ആസ് പെർ സബ് റൂൾ 1. അങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദ മണി ഓർഡർ ഓർ പേയ്മെൻറ്റ് ത്രൂ ബാങ്ക് ആസ് ദ കേസ് മേ ബി ഷാൽ ആക്യുറേറ്റ്ലി സ്റ്റേറ്റ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. പറയുന്ന മണി ഓർഡർ ഓർ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഡീറ്റെയിൽസ് അതിൽ ഉണ്ടായിരിക്കണം. അതായത് നമ്പർ ഓഫ് OS എന്ന് പറഞ്ഞാൽ സ്യൂട്ട് നമ്പർ, ഈ പറയുന്ന ഏത് കേസിലാണ് ഡിഗ്രി വന്നതെന്നുള്ളത് ആ സ്യൂട്ടിൻ്റെ നമ്പർ ഉണ്ടായിരിക്കണം. നെയിം ഓഫ് ദ number of parties or where there are more than 2 plaintiff or more than 2 defendant, the name of the first 2 plaintiff or the first 2 defendant. അതായത് ഒന്നിലധികം ഡിഫൻഡൻറ്റ് പ്ലെയിൻറ്റിഫ് ഉണ്ടെങ്കിൽ ആദ്യത്തെ 2 പ്ലെയിൻറ്റിഫിൻ്റെ 2 ഡിഫൻഡൻറ്റിൻ്റെ പേരുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹൗ ദ മണി റെമിറ്റഡ് ഈസ് ടു ബി അഡ്ജസ്റ്റഡ്, അതായത് ഈ പറയുന്ന മണി പേ ചെയ്തത് ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ പേ ചെയ്തത് എന്തിലേക്കാണ് കണക്കാക്കേണ്ടത്, പ്രിൻസിപ്പൽ എമൗണ്ടിലേക്കാണോ ഇൻട്രസ്റ്റിലേക്കാണോ അതോ കോസ്റ്റ് അനുവദിച്ചിലേക്കാണോ കണക്കാക്കേണ്ടതെന്നും കൂടെ ആ പറയുന്ന ബാങ്കിങ് ഡീറ്റെയിൽസിന് കൊടുക്കുമ്പം അതിനകത്ത് പറഞ്ഞിരിക്കണം. ദ നമ്പർ ഓഫ് ദി എക്സിക്യൂഷൻ കേസ് ഓഫ് ദ കോർട്ട് വെയർ ദ കേസ് ഇസ് പെൻഡിങ്, എക്സിക്യൂഷൻ കേസ് എവിടെയാണ് പെൻഡ് ചെയ്യുന്ന ആ കേസ് നമ്പറും വേണം. അതുപോലെ തന്നെ നെയിം ആൻഡ് അഡ്രസ്സ് ഓഫ് ദ പേ ചെയ്യുന്ന ആളുടെ നെയിമും അഡ്രസ്സും, അതായത് ജഡ്ജ്മെൻറ്റ് ഡെപ്റ്ററിൻ്റെ പേരും അഡ്രസ്സും ഉണ്ടായിരിക്കണം. അതാണ് റൂൾ 1 ക്ലോസ് 3 പറയുന്നത്. അതായത് പോസ്റ്റൽ മണി ഓർഡറോ അല്ലെങ്കിൽ ബാങ്ക് വഴിയോ ചെയ്യുമ്പോഴത്തെ കാര്യമാണ് ഈ പറയുന്ന ഡീറ്റെയിൽസൊക്കെ അതിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ റൂൾ 1 ക്ലോസ് 4 പറയുന്നത് ഓൺ എനി എമൗണ്ട് paid under rule 1 by deposit into the court or as court direct, interest shall stop from the ഡേറ്റ് ഓഫ് സച്ച് പേയ്മെൻറ്റ്. അതായത് ഈ പറയുന്ന പേയ്മെൻറ്റ് വൺസ് ഈ പറയുന്ന ജഡ്ജ്മെൻറ്റ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസം തൊട്ട് ആ പറയുന്ന ഇൻട്രസ്റ്റ് ഇനി പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല. അപ്പോൾ അതാണ് അതിനകത്ത് 1 ക്ലോസ് 4 പറയുന്നത്. സോ ദ ഇൻട്രസ്റ്റ് ഷാൽ സ്റ്റോപ്പ് ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് പേയ്മെൻറ്റ്, അതാണ് 1 ക്ലോസ് 4. Then what is 1 clause 5? It says that in case of out of court settlement, കോർട്ടിന് പുറത്ത് മണി ഓർഡർ വഴിയോ അതല്ലാതെ പോസ്റ്റൽ മണി ഓർഡർ വഴിയോ ബാങ്ക് വഴിയോ സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഇൻട്രസ്റ്റ് ഈ സെറ്റിൽമെൻറ്റ് നടത്തി കഴിയുമ്പോൾ തൊട്ട് നിൽക്കും. അതാണ് റൂൾ 1 ക്ലോസ് 5 പറയുന്നത്. ദെൻ ഓർഡർ 21 റൂൾ 2 പേയ്മെൻറ്റ് ഔട്ട് ഓഫ് കോർട്ട് ടു ദ ഡിഗ്രി ഹോൾഡർ വെയർ എനി മണി പേയബിൾ അണ്ടർ എ ഡിഗ്രി ഓഫ് എനി കൈൻഡ് ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് കോർട്ട് വഴിയാണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഹോൾഡർ, അതായത് ആർക്ക് ഫേവറബിൾ ആയിട്ടാണോ ഡിഗ്രി വന്നത് അവരാണ് ഡിഗ്രി ഹോൾഡർ. ദേ ഷാൾ സർട്ടിഫൈ സച്ച് എ പേയ്മെൻറ്റ്
ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് ടു ദ കോർട്ട് ഹൂസ് ഡ്യൂട്ടി ഇറ്റ് ഈസ് ടു എക്സിക്യൂട്ട് ദ ഡിഗ്രി. അവർക്ക് ഈ പറയുന്ന മണി, ഈ ജഡ്ജ്മെൻറ്റ് ലെറ്റർ കടക്കാരൻ, അതായത് ആർക്കെതിരെയാണോ വിധി വന്ന് അവർ ഈ പൈസ ഔട്ട് ഓഫ് കോർട്ട് വഴി ഈ പറയുന്ന ഡിഗ്രി ഹോൾഡർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രി ഹോൾഡറിൻ്റെ ചുമതലയാണ് അത് സർട്ടിഫൈ ചെയ്യുക എന്നുള്ളത്. ടു ദ കോർട്ട് വേർ ദ ഡ്യൂട്ടി ഇറ്റ് ഈസ് ടു എക്സിക്യൂട്ട് ദ ഡിഗ്രി. ഏത് കോർട്ടിലാണോ ഈ പറയുന്ന എക്സിക്യൂഷൻ പെറ്റീഷൻ ഇട്ട് അത് ഡിഗ്രി അനുവദിച്ചത് ആ കോർട്ടിൽ ഈ പറയുന്ന സർട്ടിഫൈ ചെയ്യുക എന്നുള്ളത് ഡിഗ്രി ഹോൾഡറുടെ ഡ്യൂട്ടിയാണ്. ഓർ എനി പേഴ്സൺ ബിക്കംസ് എ ഷ്യൂരിറ്റി ഫോർ ദ ജഡ്ജ്മെൻറ്റ് ലെറ്റർ ഷുഡ് ഇൻഫോം ദ കോർട്ട് ഓഫ് സച്ച് പേയ്മെൻറ്റ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് അപ്ലൈ ടു ദ കോർട്ട് ടു ഇഷ്യൂ എ നോട്ടീസ് ഡിഗ്രി ഹോൾഡർ ടു ഷോ കോസ് വൈ സച്ച് പേയ്മെൻറ്റ് ഷുഡ് നോട്ട് ബി റെക്കോർഡ് ആസ് സർട്ടിഫൈഡ്. സോ അത്രയാണ് ഓർഡർ 21 റൂൾ 2 പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ? ആസ് പെർ ലിമിറ്റേഷൻ ആക്ട് 1963 ആർട്ടിക്കിൾ 125 പ്രകാരം ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഇൻ എ സ്യൂട്ട് ടു റെക്കോർഡ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എ ഡിഗ്രി 30 days ഫ്രം ദ ടൈം ആൻഡ് ദ പേയ്മെൻറ്റ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ്. സോ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എ ഡിഗ്രി ഹാസ് ടു ബി മെയ്ഡ് ഇൻ 30 days ടൈം ഫ്രം ദ പേയ്മെൻറ്റ് ഓർ പേയ്മെൻറ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സാറ്റിസ്ഫാക്ഷൻ, അതായത് ഇന്ന പോലെ സർട്ടിഫൈ ചെയ്യേണ്ട ചുമതല ഡിഗ്രി ഹോൾഡറെയാണ്. അത് 30 daysനുള്ളിൽ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കേസിലുണ്ട്, ആൻ്റണി വേഴ്സസ് ജോസഫ്, സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അണ്ടർ പാർട്ടീഷൻ ആക്ട്, വെദർ പ്രൊവിഷൻ ഓഫ് ഓർഡർ 21 ഓഫ് CPC ഹാവ് ആപ്ലിക്കേഷൻ where rules are prescribed by the High Court. The provision of Order 21 of the CPC has no application for sale under Partition Act. So in the absence of such rules, the provision of Order 21 CPC have an application. So Anthony versus ജോസഫിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോർട്ട് റൂൾസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ടീഷൻ ആക്ട് പ്രകാരം ഈ പറയുന്ന ഓർഡർ 21 റൂള് ആപ്ലിക്കബിൾ ആണ്. സോ സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അണ്ടർ പാർട്ടീഷൻ ആക്ട് ഈ ഓർഡർ 21 ആപ്ലിക്കബിൾ ആകും അൺലെസ് ദർ ഈസ് നോ റൂൾസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഹൈക്കോർട്ട്. സോ അത്രയാണ് ഓർഡർ 21 റൂൾ 1 ആൻഡ് റൂൾ 2.